വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. തൃണമൂൽ വിമത എംപിമാർ BJPയിലേക്ക് ചേരാനെന്ന നീക്കങ്ങളെല്ലാം പാളിപ്പോയിരിക്കുകയാണ്. BJPയുടെ ഒരു വലിയ ദുരാഗ്രഹം അങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ്. അതായത് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത BJP അത് തികച്ചെടുക്കാൻ വേണ്ടി പല പാർട്ടികളിലെയും എംപിമാരെ കൂട്ടുപിടിച്ച് വിമത നീക്കം നടത്തി BJPയുടെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ്. അത് ഇപ്പോഴേ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ആ സ്വപ്നം തകർന്നിരിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം 324ഓളം എംപിമാരുമായി BJP 2/3 ഭൂരിപക്ഷത്തോടെ അധികാരം ശക്തമാക്കിക്കൊണ്ട് നിയമ ഭേദഗതികൾ ഉൾപ്പെടെ നടത്താനിരിക്കുകയാണ്. അവർക്ക് ഇരുട്ടടി പോലെ ഈ ഒരു സമരം, അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്ററുടെ രാജി വലിയ പ്രഹരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്കറിയാം, നരേന്ദ്രമോദി രാജിവെച്ച ഈ മന്ത്രിസഭ തന്നെ നിലംപതിക്കുന്ന അവസ്ഥയിലേക്ക് സമരാനുകൂലികൾ അതിൻ്റെ ദിശ തിരിച്ചുവിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തടിതപ്പിയത്. തൽക്കാലം ധർമ്മേന്ദ്ര പ്രധാന് മാത്രം അവർക്ക് ഇട്ടുകൊടുക്കാം. മറ്റുള്ള മന്ത്രിമാരെ തൽക്കാലം സംരക്ഷിച്ചു പിടിക്കാം. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിർമ്മല സീതാരാമൻ അതുപോലെ നിതിൻ ഗഡ്കരി അടക്കം സകല കാട്ടുകൊള്ള നടത്തുന്നവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കാനാണ് ഇനിയും നരേന്ദ്രമോദിയുടെ ശ്രമമെങ്കിൽ ഈ മന്ത്രിസഭയെ തള്ളി താഴെയിടുന്നതുവരെ സകല രീതികളും ഉപയോഗിച്ച് പല നഗരങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അനിശ്ചിതകാല സമരമുറയിലേക്ക് നീങ്ങും. അത് കേന്ദ്ര നേതൃത്വത്തെ വല്ലാതെ വിരളി പിടിപ്പിച്ചിരിക്കുന്ന സംഭവമാണ്. മാത്രമല്ല, പോലീസ് നരനായിട്ട് നടത്തിയതിനെതിരെ വ്യക്തമായ അന്വേഷണം ഡൽഹി പോലീസിനെതിരെയും അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും നടത്തണമെന്ന് തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി പറഞ്ഞിരിക്കുന്നത്. ഈ സംഘടനയ്ക്ക് കോൺഗ്രസും മറ്റ് സംഘടനകളും NGO സംഘടനകളുമൊക്കെ ഐതിഹാസികമായ പിന്തുണ കൊടുത്തതുകൊണ്ട് വലിയ വിജയമായി തീർന്നു എന്ന് തന്നെയാണ് അതിൻ്റെ വക്താവ് പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ ഏറ്റവും പ്രധാനമാണ്. ഒരു വിക്കറ്റ് വീണതുകൊണ്ട് കളി ജയിക്കില്ല. അടുത്ത 9 വിക്കറ്റും വീഴ്ത്തിയിരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി.